സച്ചി അകത്ത് വന്നൊഴിക്കും. ഞാനിത് എന്താ കാണുന്നത്? അവരൊക്കെ കൂടി ആകെ ടെൻഷനാവും. അമ്മ വേഗം പറയും, ഞാൻ കൊടുത്തിട്ട് ആദ്യം കഴിക്കുന്നില്ല, ശ്രുതി കൊടുത്താൽ കഴിക്കുമെന്ന് പറഞ്ഞു. അതല്ല, ഇവൾ ഭക്ഷണം കൊടുക്കുന്നതാണ് അത്ഭുതം. ഇവക്ക് നിങ്ങളിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ശരി ശരി, നടക്കട്ടെ. ചില മനുഷ്യരെ ചില സമയത്ത് നമുക്ക് പിടികിട്ടില്ല. പാർലടുത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ഹൃദയം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. രേവതി വരുമ്പോൾ ആദ്യക്കുട്ടനുമായിട്ട് കളിക്കുന്ന സച്ചിയാണ് കാണുന്നത്. രേവതി ചോദിക്കും, സച്ചിയേട്ടനൊന്നും ഓട്ടമൊന്നും ഇല്ലായിരുന്നു ചോദിക്കും. പോയിരുന്നു, ആ ട്രിപ്പ് ക്യാൻസലായതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു എന്ന് പറയും. സച്ചി ശ്രുതി വാരി കൊടുത്ത കാര്യം രേവതിയോട് പറയുമ്പോൾ രേവതി അറിയും, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളുടെ ഉള്ളിലും ഒരമ്മ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. രേവതി ആദ്യക്കുട്ടന് ഗിഫ്റ്റായിട്ട് ഒരു കണ്ണട കൊടുക്കും. ആദ്യം പറയും, എനിക്ക് കണ്ണട വെക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും, നാളെ ബാൻഡേജ് അയക്കുമല്ലോ, അപ്പോൾ വെക്കാമെന്ന് പറയും. ശ്രുതിയുടെ അമ്മയുടെ മുഖം എന്തോ ആയി കിടക്കുമ്പോൾ രേവതി ചോദിക്കുമ്പോൾ അവർ പറയും, അത് ഇന്നലെ നേരത്തെ ഉറങ്ങാഞ്ഞിട്ടായിരിക്കും എന്ന് പറയും. രേവതി ആദ്യയോട് പറയും, നിനക്ക് നാളെ മുതൽ പഴയ പോലെ എല്ലാവരെയും കാണാമെന്ന് പറയും. ആദ്യം പറയും, എനിക്ക് ആദ്യം എൻ്റെ അമ്മയെ കാണണമെന്ന് പറയും. രേവതി ചോദിക്കും, അമ്മയോ? ഏതമ്മ എന്ന് ചോദിക്കും. ശ്രുതിയുടെ അമ്മ പറയും, അമ്മയുടെ ഫോട്ടോ കാണണമെന്നാണ് പറഞ്ഞത്, ഇക്കാര്യം നേരത്തെ അവൻ എന്നോട് പറഞ്ഞിരുന്നു. രേവതി പറയും, പാവെന്ന് പറയും. ആൻറ്റി, ആദിയുടെ അമ്മയുടെ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു തരണേ. ആദിയുടെ അമ്മയുടെ ഫോട്ടോ മാത്രമല്ല, ആൻറ്റിയുടെ മക്കളുടെ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു തരണം. ശ്രുതി അവിടെ ഞെട്ടി നിൽക്കുകയാണ്. അമ്മയ്ക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവളുടെ ഫോൺ നമ്പർ ഒന്ന് തരണേ, ഞാൻ വിളിച്ച് സംസാരിക്കാം. നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ, അവൾക്ക് ഇവിടെ വന്ന് നിന്നൂടെ എന്ന് ചോദിക്കും. ഇവിടെയും നല്ല ജോലിയൊക്കെ കിട്ടുമല്ലോ എന്ന് പറയും. ആ സമയത്ത് വർഷയും ശ്രീകാന്തും അങ്ങോട്ട് വരികയാണ്. അവരുടെ ജോലി വേഗം കഴിഞ്ഞതുകൊണ്ട് വേഗം പോകുന്നു എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി വിഷയം മാറ്റാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിലെ പാല് ശ്രുതി കൈകൊണ്ട് തട്ടിമറിക്കുകയാണ്. ഇത് ശ്രീകാന്ത് കാണുന്നുണ്ട്. രേവതി ഓടി വന്നിട്ട് പറയും, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയെ തുടക്കുകയാണ്. വർഷം പറയും, അതൊന്നും കുഴപ്പമില്ല, ഇതിപ്പോൾ രേവതി ചേച്ചി ആയിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ, നിങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. ശ്രീകാന്ത് അകത്തെത്തുമ്പോൾ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. വർഷയ്ക്ക് എന്തോ ഒരു ആലോചന, എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ശ്രീകാന്ത് പറയും, ആ ഗ്ലാസ്സിലെ പാല് വെറുതെ വീണതല്ല, ശ്രുതി തട്ടി തള്ളിയിട്ടതാണ്, ഞാൻ കണ്ടതാണെന്ന് പറയും. ശ്രീകാന്ത് പറയും, ആ റൂം പോയതിൻ്റെ ദേഷ്യമായിരിക്കും. വർഷം പറയും, കഷ്ടം തന്നെ, ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് സംസാരിക്കട്ടെ എന്ന് പറയും. വർഷം ഒന്ന് ശ്രുതിയോട് ചോദിക്കും, അവരിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയണം, അവരങ്ങ് പോയിക്കോളും. ചേച്ചിക്ക് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അവരോട്. ശ്രുതി പറയും, വേണ്ട വർഷേ, പറയൊന്നും വേണ്ട, അവർ നമ്മളാരും അല്ലല്ലോ, നമ്മളൊരു ഹെൽപ്പ് ചെയ്തു, ചേച്ചിക്കത് ഇഷ്ടമില്ല, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. എന്ത് പറഞ്ഞാലും ശ്രുതി സമ്മതിക്കില്ല. ശ്രുതി പറയും, അവർ നാളെ കൂടി കഴിഞ്ഞാൽ അവർ പോയിക്കോളൂ എന്ന് പറയും. വർഷം പറയും, രേവതി ചേച്ചി അവരോട് സംസാരിക്കുമ്പോൾ ശ്രുതി ചേച്ചി പാൽ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുന്നത് ശ്രീകാന്ത് കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് ചോദിച്ചതെന്ന് പറയും. ശ്രുതി പറയും, അത് ശ്രീകാന്തിന് തോന്നിയതായിരിക്കും, അറിയാതെയാ കൈ തട്ടി ഗ്ലാസ് താഴെ വീണത്. രേവതിയെ കാണുമ്പോൾ ശ്രുതി പറയും, അറിയാതെ കൈ തട്ടിയാട്ടോ ഗ്ലാസ് താഴെ വീണതെന്ന് പറയും. രേവതി ചോദിക്കും, അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഇത് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. പിന്നെന്തിനാ വീണ്ടും പറയുന്നത്? പറഞ്ഞിരുന്നല്ലേ, എനിക്ക് പറഞ്ഞോ ഇല്ലയെന്നൊരു സംശയമെന്ന് പറയും. സച്ചി ഒന്ന് ശ്രുതിയോട് ചോദിക്കും, ഇന്ന് രാവിലെ തൊട്ട് നിനക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ, റൂം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത നീ അവർക്ക് റൂം വിട്ടുകൊടുക്കുന്നു, ആ കുട്ടിയോട് സ്നേഹത്തിൽ പെരുമാറുന്നു, അവനെ ഊട്ടുന്നു, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു സംശയം. ശ്രുതിക്ക് എന്ത് സംശയം നോക്കും. സച്ചി പറയും, ഞാനേ ബുദ്ധിയില്ലാത്തവനൊന്നല്ല, ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതും പറഞ്ഞ് സച്ചി അങ്ങ് പോകുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഉരുക്കുകയാണ്. ചന്ദ്രയും രവിയേട്ടനും കൂടി ഒരു ഓട്ടോയിൽ വീട്ടിൽ വരികയാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് രവിയേട്ടൻ പറയും, എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട്. ചന്ദ്ര പറയും, നാളെ പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ രവിയേട്ടൻ പറയും, എനിക്ക് രാവിലെ പോരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നില്ലേ, അതുപോലെ എനിക്ക് അത്യാവശ്യമാണെന്ന് പറയും. രവിയേട്ടൻ ആ ഓട്ടോ തന്നെ തിരിച്ചു പോവുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചന്ദ്ര കാണുന്നത് സോഫയിലിരിക്കുന്ന ആദിയാണ്. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരും. ശ്രുതി എന്ന് വിളിക്കും. എന്താ ഇവരെ പറഞ്ഞു വിടാതിരുന്നത്? അതിനുവേണ്ടിയല്ലേ ഞങ്ങൾ ദൂരയാത്രയൊക്കെ പോയതെന്ന് ചോദിക്കും. ശ്രുതി പറയും, ഞാനത് പ്ലാൻ ചെയ്തിരുന്നു, അതിനിടയ്ക്ക് സച്ചി വന്നു എന്ന് പറയും. ഇവൻ്റെ അമ്മമ്മയുടെ മുഖത്ത് നോക്കി പറയേണ്ട പോലെ പറഞ്ഞാൽ രണ്ടുപേരും ഇറങ്ങി പോകുമായിരുന്നു. ഇവർ പോയി കാണുന്നു കരുതി സന്തോഷത്തോടെ വന്നതാ. ഛേ, ആദിയുടെ അടുത്ത് പോയിട്ട് അമ്മ പറയും, സോഫയിൽ നിന്ന് എണീക്കടാ, എണീറ്റ് പോടാ. ശ്രുതി പറയും, വിട്ടേക്കാൻറ്റി, ചെറിയ കുട്ടിയല്ലേ. ചന്ദ്ര പറയും, എന്ത് ചെറിയ കുട്ടി, കണ്ടാലറിയില്ലേ, വിളഞ്ഞ വിത്താണിവൻ. സോഫയിൽ നിന്ന് എണീക്കടാ, കണ്ണോ കാണില്ല, ചെവിയും കേൾക്കില്ലേ നിനക്ക്. ആദ്യം ആരാ ഇതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, എണീറ്റ് പോടാന്ന് പറയും. ചന്ദ്ര അവനെ സോഫയിൽ നിന്ന് വലിച്ചിറക്കി താഴോട്ട് ഇടാണ്. വീഴാൻ പോകുന്ന ആദിക്കുട്ടനെ ശ്രുതി പിടിക്കും.